ഹലോ, വെൽക്കം ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് നമുക്ക് ഈസി ആയിട്ടുള്ളൊരു തൃശ്ശൂർ സ്റ്റൈല് ബീഫ് കറി വെച്ചാലോ. അപ്പോൾ ഇതിലേക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. നമ്മൾ ബീഫ് ആവശ്യത്തിന് എടുത്തിട്ടുണ്ട്. അത്യാവശ്യം നെയ്യും എല്ലുള്ള ബീഫാണെങ്കിൽ കുറച്ചുകൂടി ടേസ്റ്റാണ് കേട്ടോ. ഇത് പിന്നെ നമ്മുടെ നാട്ടിലെ ബീഫല്ല, നമ്മൾ UAE-ലായതുകൊണ്ട് ഇവിടെ പാകിസ്ഥാനി ബീഫാണ് എല്ലാവർക്കും ഇഷ്ടം. അതാണ് ഇവിടെ വാങ്ങിക്കാറ് കേട്ടോ. ഇതിൽ കുറച്ച് നെയ്യും എല്ലൊക്കെ വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഇഞ്ചി ചതച്ചത്, പച്ചമുളക്, വെളുത്തുള്ളി ഇതെല്ലാം ചതച്ചിട്ട് കൊടുക്കുക. പിന്നെ നമുക്ക് കറിവേപ്പില ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ കറിവേപ്പില ഇടാം. പിന്നെ പച്ചമുളക് ഒരു 3-4 അരിഞ്ഞിടാം. പിന്നെ അതിലേക്ക് തക്കാളി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, പിന്നെ ആവശ്യത്തിന് കുരുമുളക്, പിന്നെ ഉപ്പും നിങ്ങൾ ആവശ്യത്തിന് നോക്കിയിട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ മല്ലിപ്പൊടി ചേർത്തു. പിന്നെ കുറച്ച് ജീരകം പൊടി കൂടെ ചേർത്തിട്ട്. പിന്നെ നമ്മളിവിടെ എടുത്തിട്ടുള്ളത് നന്മയുടെ മീറ്റ് മസാലയാണ്. ഇത് നമ്മൾ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് കേട്ടോ. അപ്പോൾ അതും കൂടി ഇട്ടു. മീറ്റ് മസാല നിങ്ങൾക്ക് ഏതാണെന്ന് വെച്ചാൽ അതിനനുസരിച്ച് എടുക്കാം. പിന്നെ അതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടിയും ചേർത്തിട്ട് ലാസ്റ്റ് നമ്മൾ കുറച്ച് ജീരകം പൊടിയും കൂടെ ചേർത്തിട്ടുണ്ടായിരുന്നു, നേരത്തെ ഞാൻ പറഞ്ഞായിരുന്നു. ഇതും കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്യുക. അത് നന്നായി സ്ക്വീസ് ചെയ്ത് തന്നെ മിക്സ് ചെയ്യണം. ആ സവോളയും എല്ലാം നല്ല രീതിക്ക് എത്തുന്ന രീതിയിൽ ലാസ്റ്റ് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഈ മസാലകളെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്യാം. നമ്മളിതെല്ലാം ഒറ്റയടിക്കായിട്ട് ഉണ്ടാക്കി കഴിക്കുന്നത്. ആദ്യം മസാല റെഡിയാക്കിയതിന് ശേഷമല്ല ആക്കുന്നത്. പിന്നെ ഇതാണ് നമ്മുടെ സ്പെഷ്യൽ ഐറ്റം, കായയും പിന്നെ ഉരുളക്കിഴങ്ങും. തൃശ്ശൂർ സൈഡിലൊക്കെ ഇങ്ങനെയാണ് ഉണ്ടാക്കുക. അപ്പോൾ നമ്മൾ അതാണ് ഇപ്പോൾ സെപ്പറേറ്റ് മാറ്റി വെച്ചിരിക്കുന്നത്. ഇപ്പോൾ ഇതിൻ്റെ കൂടെ ഇടുന്നില്ല. ഇത് നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇത് ഫസ്റ്റ് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഇത് വേവുന്ന വരെ ഒരു 3 വിസിൽ ലോ ഫ്ലെയിമിൽ അടിക്കണം. അത് വേവ് അനുസരിച്ച് ചിലപ്പോൾ 4 വിസിലായെന്ന് വരാം. അപ്പോൾ ഇതെല്ലാം വെന്തതിന് ശേഷമാണ് നമ്മൾ വീണ്ടും കായയും അരിഞ്ഞു വെച്ച ഉരുളക്കിഴങ്ങും ചേർത്തിട്ട് വീണ്ടും ലോ ഫ്ലെയിമിൽ ഒരു 2 വിസിലും കൂടി അടിക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്കിത് മസാല ഒന്ന് നന്നായിട്ട് തിരുമ്മി മിക്സ് ചെയ്ത് വെക്കാം കേട്ടോ. പിന്നെ ഇത് നമ്മൾ അത്യാവശ്യം സ്പൈസി ആയിട്ട് എടുത്തിരിക്കുന്നത്. സ്പൈസി കുറയ്ക്കേണ്ടവർക്ക് കുറച്ചെടുക്കാം കേട്ടോ. ഇത് നാടൻ സ്റ്റൈലിൽ വെക്കുമ്പോൾ അത്യാവശ്യം സ്പൈസി തന്നെയാണ് ഈ ഒരു കറി വരുന്നത്. പിന്നെ ഇതെല്ലാം മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് സവാളയും തക്കാളിയും മിക്സ് ചെയ്യാത്തത് കുറച്ച് അതിൻ്റെ മേലെ ഒഴിക്കുക. പിന്നെ ആവശ്യത്തിന് വെള്ളം കൂടെ വേവാനുള്ള, ഒരുപാട് വെള്ളം ഒഴിക്കരുത്. നിങ്ങൾക്ക് ഗ്രേവിക്ക് അനുസരിച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇത് ലോ ഫ്ലെയിമിൽ അടച്ചു വെച്ചൊരു 4 വിസിൽ അടിക്കുക. അത് ബീഫ് വേവുന്നതിനനുസരിച്ച് അടിച്ചെടുക്കുക. അങ്ങനെ നമ്മുടെ ബീഫൊക്കെ ഇവിടെ നന്നായി വെന്ത് കഴിഞ്ഞപ്പോൾ നമ്മളിതിലേക്ക് കായും ഉരുളക്കിഴങ്ങും ചേർത്തിട്ട് വീണ്ടും അടച്ചു വയ്ക്കുകയാണ്. അതൊരു ലോ ഫ്ലെയിമിൽ ഒരു 2 വിസിൽ, കായും ഉരുളക്കിഴങ്ങും അതിലേക്ക് മസാല ഒന്ന് പിടിക്കാനും വേവാനും അനുസരിച്ച് ടൈമിൽ നമ്മളൊന്ന് വിസിലടിക്കുക കുക്കറിൽ. നമ്മൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് മൂടി വയ്ക്കുക. തൃശ്ശൂർ സ്റ്റൈല് എന്ന് പറഞ്ഞത് ഇതിൽ കായയും ഉരുളക്കിഴങ്ങും നമ്മൾ തൃശ്ശൂരാണ് കൂടുതലും ഇങ്ങനെ വെക്കുന്നത്. വേറെ സ്ഥലത്ത് എനിക്ക് ഇങ്ങനെ വെക്കുമോ എന്നുള്ളത് അറിയില്ല കേട്ടോ. നമ്മളിവിടെ ഇങ്ങനെ ഈസി ആയിട്ട് കുക്ക് ചെയ്യുന്നത്, കുക്കറിൽ നമ്മൾ കുക്ക് ചെയ്യാനാണെങ്കിൽ ഈ ഒരു വേ ആണ് ചൂസ് ചെയ്യുക. പിന്നെ ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയി, നമ്മൾ ഓൾറെഡി മീറ്റ് മസാല ചേർത്തു. നമ്മളതിൻ്റെ കൂട്ടത്തിൽ ഗരം മസാലയും കൂടിയും പൊടിക്ക് ചേർത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ സാധാരണയായിട്ട് ഒരുപാട് മസാലകൾ അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു നാടൻ ടേസ്റ്റും പോവും. അപ്പോൾ നിങ്ങൾക്കിതിൽ ജീരകപ്പൊടിയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഒഴിവാക്കാം. പക്ഷേ അത് ഇട്ട് കഴിയുമ്പോൾ അതിൻ്റെ ഒരു സ്മെല്ലും കാര്യങ്ങളുണ്ട്. പിന്നെ ഒരുപാട് ഗരം മസാലയൊക്കെ ചേർക്കാതിരിക്കുക. ഓൾറെഡി നമ്മൾ മീറ്റ് മസാലയും കൂടെ ചേർക്കുന്നുണ്ടല്ലോ. അപ്പോൾ അതെല്ലാം നന്നായി വെന്തതിന് ശേഷം ഇത് ഞങ്ങൾ വേറൊരു ചട്ടിലേക്ക് മാറ്റി കേട്ടോ. ബീഫും ഉരുളക്കിഴങ്ങും കായൊക്കെ നന്നായി അതിൽ ഉടഞ്ഞ് തന്നെ ചേർന്നിട്ടുണ്ട്. നന്നായി മസാല പിടിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് ജസ്റ്റ് ഒന്ന് വറ്റിച്ചെടുക്കാം. ഒരുപാട് വറ്റിക്കേണ്ട, നമുക്ക് ഗ്രേവിക്ക് അനുസരിച്ചൊന്ന് തിക്കാവുന്നവരെ ഒന്ന് വറ്റിച്ചെടുക്കാം. ഇത് ചോറിൻ്റെ കൂടെയാണ് ശരിക്കും പറഞ്ഞാൽ അടിപൊളി. ഇതിൻ്റെ കൂടെ പപ്പടം കൂടെ ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. പിന്നെ ഈ കറിയുടെ ടേസ്റ്റ് എനിക്ക് തോന്നിയത് വെച്ച് കുറച്ച് കഴിഞ്ഞൊരു പിന്നീട് കഴിക്കുമ്പോഴാണ് കുറച്ചും കൂടിയും അതിലേക്ക് മസാലയൊക്കെ പിടിച്ചൊരു നല്ല ടേസ്റ്റ് കേട്ടോ. അത്യാവശ്യം സ്പൈസിയാണ്. ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ സ്പൈസ് അനുസരിച്ച് വേണ്ട പോലെ സ്പൈസ് എത്രയാണെന്ന് വെച്ചാൽ ഇട്ട് കൊടുക്കും. അപ്പോൾ ഇത് പൊറോട്ടയുടെ കൂടെയും കഴിക്കാൻ അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ചാനൽ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എന്തായാലും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഇനി വീണ്ടും കാണാം. അതുവരെയ്ക്കും ബൈ.